Hello students, welcome back to the next video of Excel series. ഇതാണ് ഞാൻ Excel സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ ഇതാണ്. ലൈക്ക് ആസ് ആൻ അക്കൗണ്ടന്റ് ഹൗ ഡു യു പ്രിപ്പയർ ആൻ ജേണൽ എൻട്രി ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ആ ജേണൽ എൻട്രി വെച്ചിട്ട് എങ്ങനെ ഓട്ടോമേറ്റഡ് ട്രയൽ ബാലൻസ് ആക്കാം, ഓട്ടോമേറ്റഡ് P&L സ്റ്റേറ്റ്മെന്റ് ആക്കാം. ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എക്സൽ. ലൈക്ക് ഇഫ് യു ആർ ആൻ അക്കൗണ്ടന്റ്, നിങ്ങൾക്ക് എന്താ എക്സലിൽ ട്രയൽ ബാലൻസ്, ജേണൽ എൻട്രി, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഒന്നും ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ you are like a mid accountant, right? Mostly നമ്മളിപ്പോൾ accounting softwares യൂസ് ചെയ്യും, ടാലി കാര്യങ്ങൾ. ബട്ട് ഇൻ എ സ്മോൾ SMEs they will use Excel for accounting, right? അപ്പൊ നിങ്ങൾ അത് എക്സലില് എങ്ങനെ അക്കൗണ്ടിങ് ഓട്ടോമേറ്റ് ചെയ്യാന്നാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് അബൌട്ട് ദിസ്, നിങ്ങൾക്ക് എന്താണ് ചാർട്ട് ഓഫ് അക്കൗണ്ടൻസ് അറിയണം. പിന്നെ അതിന്ന് എങ്ങനെ ജേണൽ എൻട്രിയിലേക്ക് പോകും, അതെങ്ങനെ ട്രയൽ ബാലൻസ്, P&L. ഇതിലെന്താ ലെഡ്ജർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, കാരണം ജേണൽ എൻട്രി ഡയറക്റ്റ് ട്രയൽ ബാലൻസിലേക്ക് നമുക്ക് എന്ത് കണക്ട് ചെയ്ത് പോകുന്നത്, കാരണം നമുക്ക് ലെഡ്ജറിന്റെ ഒരു ആവശ്യമില്ല. ബട്ട് ഇഫ് യു വാണ്ട് എ ഡീറ്റെയിൽഡ് എക്സ്പെൻസ് തിങ്, ബട്ട് യു ക്യാൻ ക്രിയേറ്റ് ലെഡ്ജർ എക്സ്ട്രാ. ബട്ട് ഇതിൽ ഞാൻ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഐ ആം ഗോയിങ് ടു ടീച്ച് യു അബൌട്ട് ദി മോസ്റ്റ് ബേസിക് അക്കൗണ്ടിങ് ഫോർമുല. എന്താണ് നിങ്ങൾ എപ്പോ ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാൽ ഡെഡ് ക്ലിക്ക്. ഇത് അറിയാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് ചെയ്യാൻ കഴിയില്ല മോസ്റ്റ്ലി. ഡെഡ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ്, ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ്, ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഡെബിറ്റ് ആൻഡ് ദിസ് ഈസ് ക്രെഡിറ്റ്. ആൻഡ് ഡെബിറ്റ് എക്സ്പെൻസ്, അസെറ്റ്, ഡ്രോയിങ്സ്. നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് എന്ത് ചെയ്യണ്ടേ, എക്സ്പെൻസ് വന്ന ഡെബിറ്റ്, എക്സ്പെൻസ് കൂടിയ ഡെബിറ്റ് ചെയ്യണം, അസെറ്റ് കൂടിയ ഡെബിറ്റ് ചെയ്യണം, ഡ്രോയിങ്സ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. ഇനി എന്താ ക്രെഡിറ്റിൽ എന്തല്ല വരുന്നത്, ലയബിലിറ്റി കൂടിയ ക്രെഡിറ്റ് ചെയ്യണം, ഇൻകം കൂടിയ ക്രെഡിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ കൂടിയ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് വരുന്നത്, ഡെബിറ്റ് എന്തൊക്കെയാ ചെയ്യേണ്ടത്, എക്സ്പെൻസ്, അസെറ്റ്, പിന്നെന്താ ഡ്രോയിങ്സ്. ക്രെഡിറ്റ് എന്ത് ചെയ്യണ്ടേ, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ആണ് ഇക്വിറ്റി. ഓക്കെ, എന്താ എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യാം, അസെറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യാം, ഡ്രോയിങ്സ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യാം. എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം, അസെറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം, അതിന്റെ ഓപ്പോസിറ്റ് ഡ്രോയിങ്സ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം. ഇത് അതേപോലെ തന്നെ ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം, ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം, ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം, ഇതിന്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ദി ബേസിക് തിങ്. ഇത് പറയേണ്ട ആവശ്യമില്ല, ബട്ട് ഇതറിയാണ്ട് ലൈക്ക് നിങ്ങൾക്ക് അത് എന്താ സംഭവം, ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല. ഓക്കെ, ഇനി ഞാൻ എന്താ പറയാൻ പോകുന്നത്, ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യും. എന്തിനാ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓട്ടോമേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് നിങ്ങളിപ്പോ ക്വിക്ക് ബുക്സ് നോക്കിയാലോ, ടാലി നോക്കിയാലും, അതുപോലെ ഷെറോ, അങ്ങനത്തെ വലിയ വലിയ സോഫ്റ്റ്വെയർസ് നോക്കിയാലും ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാവും. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ട്രയൽ ബാലൻസും P&L ഓട്ടോമേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സുഖമാണ്. കാരണം എന്താ, ഇതിന് ഓരോ അക്കൗണ്ട് കോഡ്സ് ഉണ്ടാവും. ഓരോ കോഡ് കണ്ടാ, ഓരോ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് നെയിമിന് ഓരോ കോഡ് ഉണ്ടാവും. ഇപ്പൊ ക്യാഷ് ആൻഡ് ബാങ്ക്, ഇപ്പൊ ബാങ്ക് നിങ്ങൾക്ക് ഒരു ബാങ്ക് മാത്രമാണ് ഉണ്ടാകാൻ, അല്ല, നിങ്ങൾക്ക് ചിലപ്പം ഒന്നിൽ കൂടുതൽ ബാങ്ക് ഉണ്ടാവും. ഇപ്പോ നിങ്ങൾ വെറും ക്യാഷ് ആൻഡ് ബാങ്ക് ആണെങ്കിൽ എന്താ, കുറെ മൾട്ടിപ്പിൾ ബാങ്ക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ, എല്ലാം ഒരേ സെറ്റിൽ ഒരേ ഇതില്ല പോവാന്. ബട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബാങ്ക് 1001 അക്കൗണ്ട് കോഡ് ആണെങ്കിൽ നെക്സ്റ്റ് ബാങ്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ USD അക്കൗണ്ട് ആണെങ്കിൽ 1005 ഒരു അക്കൗണ്ട് കോഡ് ഉണ്ടാവും. സോ ഫസ്റ്റ് നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, നിങ്ങളതായ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു കോൾ ഉണ്ടാക്കുക. ലൈക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ പോയിട്ട് മെർജ് ചെയ്യുക, HMC. അപ്പോ എന്താ, മെർജിൽ പോയിട്ട് മെർജ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ എന്താ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ഇതേപോലെ ഒരു വൃത്തിയിലാക്കി എടുക്കുക. ഇത് ഈ 2 റോന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ അക്കൗണ്ട് കോഡ്, അക്കൗണ്ട് നെയിം, ടൈപ്പ്, സബ് ടൈപ്പ്, നോർമൽ ബാലൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഓട്ടോമേറ്റഡ് എങ്ങനെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യണ്ടേ,
ഓരോ അസറ്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സാധാരണ എന്തല്ലേ വരാം, ക്യാഷ് ആൻഡ് ബാങ്ക് വരും, റിസീവബിൾസ് വരും, എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻവെന്ററി, അങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അസറ്റ്സിൽ വരുന്ന കോമൺ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറും കാര്യങ്ങളും, അക്കൗണ്ട് ക്ലാസിഫിക്കേഷൻസ്, അക്കൗണ്ട് നെയിം, നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടൈപ്പ് ചെയ്ത് അതിന് ഓരോരോ നമ്പർ, തക്കതായ നമ്പർ കൊടുക്കുക. നമ്പർ ചെയ്താലും കുഴപ്പമില്ല, ബട്ട് ഡിഫറൻഷിയേറ്റ് നമ്പർ ആയിരിക്കണം. പിന്നെ എന്ത് ചെയ്യുക, ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ടൈപ്പ് എന്താ, അസറ്റ്, അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഞാൻ മാനുവലായി ടൈപ്പ് ചെയ്താ, ഞാൻ ടൈപ്പ് ചെയ്ത് അതിനോട് ഇവിടെ ഇങ്ങനെ ഉള്ളത്. അപ്പോ ക്യാഷ് ആൻഡ് ബാങ്ക് എന്ത് അസറ്റ് ആണ്, എന്ത് ടൈപ്പ് ഓഫ് അസറ്റ്, സബ് ടൈപ്പ് എന്താ, ടൈപ്പ് അസറ്റ് ആണ്. മറ്റേ ബാലൻസ് ഷീറ്റിലെ അസറ്റിന്റെ അടിയിൽ കറണ്ട് അസറ്റും ഉണ്ടാവും, നോൺ കറണ്ട് അസറ്റും ഉണ്ടാവും. അതിൽ എന്ത് അസറ്റ് ആണ്, ക്യാഷ് ആൻഡ് ബാങ്ക് കറണ്ട് അസറ്റ്. അപ്പൊ നോർമൽ ബാലൻസ് എങ്ങനെയാ വരാന്, ക്യാഷ് ആൻഡ് ബാങ്ക് നോർമൽ ബാലൻസ് ഡെബിറ്റ് അല്ലേ വരാം. അപ്പോൾ ഡെബിറ്റിൽ എന്ത് ചെയ്യാ, ബാലൻസ് ഷീറ്റിലാണ് ക്യാഷ് ആൻഡ് ബാങ്ക് പോവാന്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ബാലൻസ് ഷീറ്റ് എന്ന് കൊടുക്കുക. പിന്നെന്താ, അക്കൗണ്ട്സ് റിസീവബിളിന് ഓരോ നമ്പർ, അക്കൗണ്ട് നമ്പർ കൊടുക്കാം 1002, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, ബട്ട് ഇറ്റ് ഷുഡ് ബി ഡിഫറൻഷിയേറ്റഡ് ഫ്രം ക്യാഷ് ആൻഡ് ബാങ്ക് നമ്പർ. അപ്പൊ എന്ത് ചെയ്യുക, അക്കൗണ്ട് റിസീവബിളിന് ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അത് എന്ത് ടൈപ്പാണ്, അസറ്റ് അല്ലേ വരുന്നത്. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ, ലൈക്ക് യു മേഡ് എ സെയിൽ ആൻഡ് യു ഡിൻ റിസീവ് ദി ഇൻകം യെറ്റ്, അപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ. അപ്പൊ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ടൈപ്പ് ഓഫ് അസറ്റാ, അക്കൗണ്ട്സ് റിസീവബിൾ നോർമലി എന്താ 12 മന്ത്സിന്റെ ഉള്ളിൽ റീകവർ ആവുന്നതാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യാ, കറണ്ട് സെറ്റിൽ പോവാ. അപ്പൊ അത് നോർമൽ ബാലൻസ് എങ്ങനെ ഉണ്ടാവുക, ഡെബിറ്റ് അല്ലേ. കാരണം എന്താ, ഞാൻ ഇവിടെ ഡെഡ് ക്ലിക്ക് പറയുന്ന സമയത്ത് ഡെബിറ്റ് എക്സ്പെൻസ് അസറ്റ് ഡ്രോയിങ്സ് ആണ്. അപ്പൊ ഇതില് അസറ്റ് കാറ്റഗറി ഡെബിറ്റ്, നോർമൽ ബാലൻസ് എങ്ങനെ വരുന്നത്, ഡെബിറ്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക, നോർമലി വരുന്ന സാധനങ്ങളിൽ ഇങ്ങനെ കൊടുക്കുക. ബാലൻസ് ഷീറ്റിലാണോ ഇത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ബാലൻസ് ഷീറ്റിലല്ലേ ഉണ്ടാവും. അക്കൗണ്ട് റിസീവബിൾ നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ, അതൊരു സെറ്റ് അല്ലേ, സെറ്റ് എവിടെയാണ് ഉണ്ടാവുക, ബാലൻസ് ഷീറ്റിലാണ്. P&L അല്ല ഉണ്ടാവുക, ബാലൻസ് ഷീറ്റിലല്ലേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക. പിന്നെ അക്യുമുലേറ്റഡ് ഡെപ്രിസിയേഷൻ, അക്യുമുലേറ്റഡ് ഡെപ്രിസിയേഷൻ അസറ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അസറ്റ് കുറക്കുന്ന ഒരു ഐറ്റം ആണ് അക്യുമുലേറ്റഡ് ഡെപ്രിസിയേഷൻ. അപ്പം നിങ്ങൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുക, അക്യുമുലേറ്റഡ് ഡെപ്രിസിയേഷൻ അസറ്റിന്റെ കോൺട്ര അസറ്റ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, കോൺട്ര അസറ്റ് ആയി കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ, ക്രെഡിറ്റ്. വൈ ഈസ് ഇറ്റ് ക്രെഡിറ്റ്, നിങ്ങൾ അസറ്റ് കൂട്ടുന്ന സാധനം ഡെബിറ്റും അസറ്റിനെ കുറക്കുന്ന സാധനം ക്രെഡിറ്റും ആണ്. ഡെപ്രിസിയേഷൻ നോർമലി അക്യുമുലേറ്റഡ് ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞാല് അസറ്റിനെ കുറക്കുന്ന സാധനമാണോ കൂട്ടുന്ന സാധനമാണോ, അത് അസറ്റിനെ കുറക്കുന്ന സാധനം ആയതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാ, ഇത് ക്രെഡിറ്റ് കൊടുക്കുക, അതും ബാലൻസ് ഷീറ്റിലേക്ക് പോവാ. അപ്പൊ അതേപോലെ ഇതൊക്കെ ഫില്ല് ചെയ്യാം. ഏത്, അക്കൗണ്ട് പേയബിള്, ഇതൊക്കെ നോർമലി വരുന്ന എക്സ്പെൻസ് ആണ്, ലൈക്ക് അക്കൗണ്ട് നെയിം കാറ്റഗറീസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അക്കൗണ്ട് പേയബിൾ ഇതെല്ലാം നോർമലി വരുന്ന ലയബിലിറ്റീസ് ആണ്. ലോൺ പേയബിൾ, സാലറി പേയബിൾ, വാറ്റ് പേയബിൾ, അതുപോലെ ഇക്വിറ്റിയിൽ ഓണറിന്റെ ക്യാപിറ്റൽ എന്താ, റിറ്റെയിൻഡ് ഏർണിങ്സ് എന്താ, ഓണേഴ്സ് ഡ്രോയിങ് എന്താ. ഓണേഴ്സ് ഡ്രോയിങ് ഇങ്ങനെ കോൺട്രാ ഇക്വിറ്റി ആയി, അത് കാരണം ഇക്വിറ്റി, ഓണർ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇക്വിറ്റി ക്രെഡിറ്റ് ആവും. ബട്ട് ഓണർ ആ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താവും, ഡ്രോയിങ് കോൺട്രാ ഇക്വിറ്റി ആവും, അത് ഡെബിറ്റ് ആവും. അപ്പൊ അങ്ങനത്തെ നോർമൽ സാധനങ്ങളൊക്കെ കൊടുക്കുക. ഒന്ന് അതിന്റെ ടൈപ്പ്, സബ് ടൈപ്പ്, നോർമൽ ഇത് റവന്യൂ, ഇൻകമും എക്സ്പെൻസ് ഒക്കെ P&L അല്ലേ. അപ്പൊ അതുപോലെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ജേണലിലേക്ക് പോവാ. അപ്പൊ നൗ ലെറ്റ്സ് ഡു ജേണൽ എൻട്രീസ്. അപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റവന്യൂ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് എന്തായി, നിങ്ങളൊരു സെയിൽ നടത്തി ഓഫ് 10,000 AD, 10,000 ADന്റെ ഒരു സെയിൽ നടത്തി, ക്യാഷ് കിട്ടി. അപ്പൊ എന്തായിരിക്കും ജേണൽ എൻട്രി, ഡെബിറ്റ് ക്യാഷ് ആൻഡ് ബാങ്ക്. ഈ ക്യാഷ് ആൻഡ് ബാങ്ക് ഒക്കെ എന്താ, ഡെബിറ്റിന് എന്ത് ചെയ്താ, ചാർട്ട് ഓഫ് അക്കൗണ്ടിന് ലിങ്ക് ചെയ്താ എഴുതാ, കാരണം ക്യാഷ് ആൻഡ് ബാങ്ക് കൂടി. പിന്നെ സെയിൽസ് റവന്യൂ എന്തായി, സെയിൽസ് റവന്യൂ ഇവിടുന്ന് എന്ത് ചെയ്ത്, ലിങ്ക് ചെയ്ത്, സെയിൽസ് റവന്യൂ കൂടി. പിന്നെ ഇത് ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്താ ഡേറ്റ്, നമുക്ക് 12/3/2025 എന്തായി, ക്യാഷ് ആൻഡ് ബാങ്ക് എന്തായി, നമ്മളൊരു സെയില് നടത്തി, അതിൽ നമുക്ക് ക്യാഷും കിട്ടി. അപ്പൊ എന്തായി, അസറ്റ് കൂടി റവന്യൂ കൂടി. അപ്പൊ റവന്യൂ കൂടിയ ക്രെഡിറ്റ്, അസറ്റ് കൂടിയ ഡെബിറ്റ്. അപ്പൊ എന്തായി, ഡെബിറ്റ് 10,000, ക്രെഡിറ്റ് 10,000. പിന്നെ അക്കൗണ്ട് കോഡ് നിങ്ങൾ എങ്ങനെ, ഇതൊക്കെ നിങ്ങൾ മാനുവലി ചെയ്യേണ്ടതാണ്. ജേണൽ എൻട്രി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് ട്രയൽ ബാലൻസും P&L-ഉം. അത് ജേണൽസ് നമ്മൾ എന്ത് ചെയ്യാം, മാനുവലി എൻട്രി ചെയ്യേണ്ടി വരും. അപ്പോൾ ജേണൽസ് ഇനി വന്നത് എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ട് കോഡ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ
എക്സ് ലുക്കപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാഷ് ആൻഡ് ബാങ്ക് ഏത് അക്കൗണ്ട് നമ്പറാ അങ്ങനെ ഓട്ടോമാറ്റിക്കായി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് അഗൈൻ. ഇക്വൽ ടു ക്ലുക്ക് എക്സ് ലുക്കപ്പ് അടിക്കുക, എക്സ് ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ നിങ്ങൾക്ക് ഏത് വാല്യൂ ആണ് വേണ്ടത് അത് കൊടുക്കുക. ഏത് സെയിൽസ് ആൻഡ് some error, yeah is equal to x lookup കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. ലൈക്ക് വരുന്നില്ല, ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം. let me delete that. Now let's type again. x lookup ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഏത് ലുക്കപ്പ് വാല്യൂ ഏതാ, ഇവിടെ ഇതാണ് നിങ്ങളുടെ ലുക്കപ്പ് വാല്യൂ. ഈ ലുക്കപ്പ് വാല്യൂ ഏത് എറയിലല്ലേ നോക്കണം. ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ ഈ ലുക്കപ്പ് ഇത് ക്യാഷ് ആൻഡ് ബാങ്ക് സെറ്റ്സ് ഈ എറയിലല്ലേ വരുന്നത്. അത് മൊത്തം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, കോമ ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാ, റിട്ടേൺ എറ നിങ്ങൾക്ക് എന്താ തിരിച്ചു വേണ്ടേ, അക്കൗണ്ട് കോഡല്ലേ നിങ്ങൾക്ക് അവിടെ വേണ്ടത്, അത് മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സിക്കൽട്ട് അടിക്കുക. അതാ അക്കൗണ്ട് കോഡ് ഇതാ 1001 വന്ന്. എവിടെയാ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ ക്യാഷ് ആൻഡ് ബാങ്ക് 1001. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ $C5 ഇനി ഇതേപോലെ ഇവിടെ വരണം. എന്താ, സെയിൽസ് റവന്യൂ എക്സ് ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഏതാണ്ട് സെയിൽസ് റവന്യൂ വേണ്ടത്, ലുക്കപ്പ് എറ ഏതാ, ഇതേപോലെ എവിടെ വരുന്നത് ഈ ലുക്കപ്പ് എറ മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കുക. കോമ നിങ്ങൾക്ക് വേണ്ട സാധനം എന്താ, അക്കൗണ്ട് കോഡ് എന്ത് ചെയ്യാം, മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഇപ്പോൾ 4001 ആയി. ഇപ്പോൾ സെയിൽസ് റവന്യൂ എന്താ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ ഇതാ 4001 ആണ് സെയിൽസ് റവന്യൂ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്ത്, ഇനി ഓട്ടോമേറ്റഡ് ഇനി Ctrl+C അടിക്കുമ്പോൾ സാധനം വരണം. ഇപ്പൊ ഇത് കണ്ട, ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയി വന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുമ്പും ശേഷമായിട്ട് ഡോളർ ചിഹ്നം ഇട്ട് കൊടുക്കണം. ലൈക്ക് y മീൻസ് ഈ C5 മാറണം, C5 C6 ആണ്. കാരണം എന്താ, ലുക്കപ്പ് എറ എന്ത് ചെയ്യണം, ലുക്കപ്പ് വാല്യൂ എന്താണോ, ക്യാഷ് ആൻഡ് ബാങ്കിലെ സെയിൽസ് റവന്യൂ ആണ്, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇൻവെന്ററി ആണ്, ഓട്ടോമാറ്റിക്കായി മാറിക്കൊണ്ടിരിക്കണം. ബട്ട് എന്താ, നമുക്ക് വേണ്ട സാധനവും കിട്ടേണ്ട സാധനം എന്താ, ചേഞ്ച് ചെയ്യരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ബിന്റെ മുമ്പും അതിനെ വീഡിയോ പറയുന്നുണ്ട്, ബിന്റെ മുമ്പും ബിന്റെ ശേഷവും ഒരു ഡോളർ ചിഹ്നം, ബിന്റെ മുമ്പും ബിന്റെ ശേഷവും ഒരു ഡോളർ ചിഹ്നം ഇട്ട് കൊടുക്കുക. അതേപോലെ എന്റെ മുമ്പും എന്റെ ശേഷമായിട്ട്, അതേപോലെ എന്റെ മുമ്പും എന്റെ ശേഷമായിട്ട് ഫിസിക്കൽ ട്രേഡ്സ് എന്താ മൊത്തം ഇവിടെ Ctrl+C ആക്കുക, Ctrl+C Ctrl+V ഇനി ഓട്ടോമാറ്റിക് ആയി വന്നോളൂ. ലൈക്ക് സാലറി എക്സ്പെൻസ് എങ്ങനെയാണ് വരുന്നത്, ഡെബിറ്റ് എവിടെയാണ് വരേണ്ടത്, ഓട്ടോമാറ്റിക് ആയി വരും. അതുപോലെ എന്ത് ചെയ്യാ, ജേണലിൽ ഇട്ട് കൊടുക്കുക 10,000 അല്ലേ. ഒരു സെയിൽ എടുക്കുമ്പോൾ അതുപോലെ ഇൻവെന്ററി എന്താണ്, ഇൻവെന്ററി 13/3/2025 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻവെന്ററി പർച്ചേസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻവെന്ററി പർച്ചേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുത്തിട്ടല്ല. ലൈക്ക് വി ടോൾഡ് വി വിൽ പേ ആഫ്റ്റർ 3 months. നമ്മൾ എന്താ 3 months കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പേ ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ, ഇൻവെന്ററി ഡെബിറ്റ് ചെയ്യും, എന്താ ഇൻവെന്ററി കൂടി, അസറ്റ് കൂടി, പിന്നെന്താ അക്കൗണ്ട്സ് പേയബിൾ ലയബിലിറ്റിയും കൂടി. അപ്പോൾ 10,000 എന്താ 10,000 അതേപോലെ ഡെബിറ്റ് ചെയ്യുക, ഇതാക്കുക.